DCC സെക്രട്ടറി ബിജോ മാണിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാമെന്നത് ഇടുക്കിയിൽ LDF നേതാക്കളുടെ വ്യാമോഹം മാത്രമാണെന്ന് MP ഡീൻ കുര്യാക്കോസ്. ബിജോ മാണിക്കെതിരായ നീക്കം കോൺഗ്രസിനെതിരായ വെല്ലുവിളിയായിട്ടാണ് പാർട്ടി നേതൃത്വം കാണുന്നത്. ബിജോ മാണി വളരെ ഉത്തരവാദിത്തോടെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്നും അതിനുള്ള അംഗീകാരവും പിന്തുണയും പൊതുസമൂഹത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഉണ്ടാകുമെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. ഈ പറഞ്ഞ കാര്യത്തിൽ ബിജോ മാണി ഞങ്ങളുടെ DCC സെക്രട്ടറിയാണ്. അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടാണ് പൊതുസമക്ഷം ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനൊക്കെ ശ്രമിച്ചാലൊന്നും ഈ പ്രശ്നം പൊതുമധ്യത്തിൽ നിൽക്കില്ല. അങ്ങനെയൊന്നും പേടിച്ച് പിന്മാറുന്ന ആളുമല്ല ബിജോ മാണിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പോറൽ ഏൽപ്പിക്കാമെന്ന് ഇവർ വിചാരിച്ചാൽ അതൊന്നും നടപ്പാവില്ല. അത് കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. വ്യക്തിപരമായി ഞാനും പാർട്ടിയും മുന്നണിയും എല്ലാം ആ നിലയിൽ തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കും. അവർക്ക് അങ്ങനെ നിന്ന് പറയാറുണ്ട്. അപ്പോൾ ഉത്തരം മുട്ടുമ്പോൾ കൊച്ചനം കുത്തുന്ന ആളുകളാണ് മാർക്സിസ്റ്റുകാർ എന്നുള്ളത് നമ്മൾ പലകൂടി കണ്ടതാണ്. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങൾ ഇതൊക്കെ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തത്. എത്ര പഞ്ചായത്ത് തിരിച്ചു വരും? കാർഷിക മേഖലയിൽ എത്ര പഞ്ചായത്തുകൾക്ക് അവർക്ക് അല്ലെങ്കിൽ എത്ര സ്ഥലത്ത് അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ, ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗതമായ കോട്ട കുത്തലുകൾ പോലും ഇടിച്ചു തകർക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ പേരിലൊന്നും ബിജോ മാണിയും പേടിക്കത്തില്ല, കോൺഗ്രസും പേടിക്കത്തില്ല, ഐക്യ ജനാധിപത്യ മുന്നണിയും പേടിച്ച് പിന്മാറാൻ തയ്യാറല്ല.